ക്യാൻസർ ബാധിതയായ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ മകനായ ഋതുൽദാസിന് നോക്കേണ്ടത് ആരാണെന്ന് വ്യക്തമാക്കി രേണുസുധി. താൻ ക്യാൻസർ രോഗിയായതുകൊണ്ടും താൻ ഉടനെ മരിക്കുമെന്ന് വിധിയെഴുതി കുഞ്ഞിൻ്റെ അവകാശം തട്ടിയെടുക്കാൻ ചിലർ നീക്കം നടത്തുന്നുണ്ടെന്നും രേണു പറയുന്നു. ഋതപ്പൻ്റെ അവകാശം തൻ്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കും മാത്രമാണെന്ന് പറഞ്ഞ് രേണുസുധി ഇനി തനിക്ക് 5 കീമോ ഉണ്ടെന്നും ഒരു കീമോയ്ക്ക് 2 ലക്ഷത്തിൻ്റെ മരുന്നാണ് വേണ്ടതെന്നും വെളിപ്പെടുത്തി. നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ സാധാരണ ക്യാൻസറല്ല, എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനിക്കും വീട്ടുകാർക്കും അതറിയാം. പിഗ് ലൈൻ ഹൃദയത്തിനാണ് കിടക്കുന്നത്. ഇത്രയും വലിയൊരു മാരക അസുഖത്തെ വെച്ച് കള്ളം പറയില്ല. ഇനി എനിക്ക് 5 കീമോ ഉണ്ട്, സർജറിയുമുണ്ട്. ഓരോ കീമോയ്ക്കും 2 ലക്ഷത്തിൻ്റെ മരുന്ന് എടുക്കണം. എങ്കിലേ ഞാൻ തിരിച്ചു വരൂ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ ആകെയുള്ള വരുമാനം യൂട്യൂബ് ചാനലാണ്. ഈ പൈസയൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നെനിക്കറിയില്ല. അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത കീമോ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേക്ക് ഡൗൺ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരും. ഞാൻ മരിക്കുമെന്ന് ആഗ്രഹിച്ച കുറച്ച് പേരുണ്ട്, എനിക്ക് മനസ്സിലായി. അവർ ക്യാൻസർ രോഗിയല്ല. എങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്നെന്ന് പറയുന്നത്. അവൾ എന്താ മരിക്കാത്തതെന്ന് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളുണ്ട്. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യനാണ്. ആർക്ക് വേണമെങ്കിലോ എന്ത് വേണമെങ്കിലോ എപ്പോൾ വേണമെങ്കിലോ സംഭവിക്കാം. ഞാൻ അതിൽ നിന്ന് കയറി വന്നാൽ എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന് ഞാൻ പറയും.